ഹായ് ദെയർ, വെൽക്കം ടു ദ ചാനൽ. എൻ്റെ പേര് ജെറി. ഞാൻ സിഇഒ ആൻഡ് കോ ഫൗണ്ടർ ഓഫ് ഫോസ്റ്റെക് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്റ്റാർട്ടപ്പ് ടെർമിനോളജീസിനെ കുറിച്ചാണ്. സ്റ്റാർട്ടപ്പ് ടെർമിനോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പിൽ ഉപയോഗിക്കുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ടേംസിനെയാണ്. സോ ബേസിക്കലി ഈ വീഡിയോ ചെയ്യുന്നത് ഇനീഷ്യലി സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ പർട്ടിക്കുലർ ഈ ഫണ്ടിങ്ങിലേക്ക് പോകുന്ന ആൾ. സോ ഫസ്റ്റ് ടേം ഈസ് MVP. MVP എന്ന് പറയുന്നത് മിനിമം വയബിൾ പ്രൊഡക്റ്റ്. എനി പ്രൊഡക്റ്റ് ദാറ്റ് ഡസൻറ്റ് വർക്ക് അറ്റ് ഓൾ ഓർ ഇസ് യൂസ്ലെസ് ടു എവറി വൺ ഇസ് നോട്ട് വയബിൾ. സോ വെൻ യു ആർ തിങ്കിങ് അബൌട്ട് വാട്ട് ഇസ് ആൻ MVP അല്ലെങ്കിൽ ആ MVP എങ്ങനെ ഉണ്ടാക്കാം, സോ മിനിമം ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആ കസ്റ്റമർ പർട്ടിക്കുലർ ആയിട്ടുള്ള നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ദ വേർഡ് വയബിൾ. വയബിൾ എന്ന് പറയുന്ന വേർഡ് അതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു MVP കുറിച്ചോ അല്ലെങ്കിൽ MVP എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് തിങ്ക് ചെയ്യുമ്പോൾ ആദ്യം വരേണ്ടത് അത് ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് അല്ല MVP എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സോ കോൾഡ് VCs ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ സ്മോൾ എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്യും അവരുടെ കമ്പനിയുടെ ഇക്വിറ്റിക്ക് പകരമായിട്ട്, ഇൻ ദ ഹോപ്പ് ദാറ്റ് ആ കമ്പനി വലുതായി അവരുടെ ആ ഇൻവെസ്റ്റ് ചെയ്ത മണി 10 ഫോൾഡോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആയിട്ട് അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടാൻ വേണ്ടി. VCs കൂടുതൽ റിസ്ക് എടുക്കാൻ കംഫർട്ടബിൾ ആണ് കമ്പയർ ടു അവർ നോർമൽ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരിനേക്കാളും കൂടുതൽ റിസ്ക് എടുക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫേംസ് ആണ് VC ഫണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ VC ഫണ്ട്സ് അത്രയ്ക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാറില്ല, അല്ലെങ്കിൽ നഷ്ടത്തിലായിരിക്കും. പക്ഷെ അവരുടെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും കവറപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കും. സോ എക്സാമ്പിൾ, ഇപ്പം ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക് അങ്ങനത്തെ കമ്പനീസിൽ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതാണെങ്കിൽ അവർക്ക് കിട്ടിയത് 100 200x അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. ആ എമൗണ്ട് ഇത്ര കൂടുതലാണ്, ലൈക്ക് വർത്ത് ടേക്കിംഗ് ദ റിസ്ക്. സോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറിയ ചെറിയ കമ്പനീസിൽ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അത് ഭയങ്കര റിസ്ക് ഉള്ളതായിരിക്കും, പക്ഷേ ഭയങ്കര ഗ്രോത്ത് കിട്ടാൻ അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്ക് റിട്ടേൺസ് കിട്ടാൻ കേപ്പബിൾ ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും. സോ സിമിലർ കൈൻഡ് ഓഫ് തിങ് ആണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഏഞ്ചലിക് ടേമൊന്നുമല്ല, അവര് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ പോലെ സിമിലർ കൈൻഡ് ഓഫ് തിങ് ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്റർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ സ്വന്തം പൈസ ലൈക്ക് സ്മോൾ കമ്പനീസിനെ ഇനീഷ്യലി അല്ലെങ്കിൽ അർലി സ്റ്റേജിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആൾക്കാർ, ഐഡിയ സ്റ്റേജിലോ അല്ലെങ്കിൽ അതുപോലത്തെ സ്റ്റേജസിലൊക്കെ ഡിപ്ലോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് മണിയാണ്, ചിലപ്പം 5 lakhs 10 lakhs അങ്ങനത്തെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അവര് ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റാർട്ടപ്സ് റൺ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിരിക്കും. അങ്ങനത്തെ പല രീതിയിലുള്ള ആൾക്കാർ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആകാം. ഏഞ്ചൽ ഇൻവെസ്റ്ററിന് ഒരു ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ആർക്കും വേണ്ട ഏഞ്ചൽ ഇൻവെസ്റ്റർ ആകാം. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരെ നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ട് കാണാൻ സാധിക്കും. സോ ദ നെക്സ്റ്റ് ടൈം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി ആണ്. നിങ്ങളൊരു അർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, റൺ ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രൊഫിറ്റബിലിറ്റി ആണ്. പ്രൊഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസം ചിലവാക്കുന്ന പൈസേനേക്കാളും കൂടുതൽ എല്ലാ മാസവും നമ്മൾ സമ്പാദിക്കുന്നു ആ കമ്പനിയിൽ. അതാണ് പ്രൊഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി കോംപ്ലക്സ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ബിഗർ ആൻഡ് ബിഗർ ആകുന്നതനുസരിച്ചിട്ട് നമ്മളെ പ്രോഫിറ്റ് സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുവാണോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കും. സോ ഇറ്റ് ഈസ് കോമൺ ഇൻ സ്മോൾ സ്റ്റാർട്ടപ്പ്. ഇനീഷ്യലി അവർക്കുണ്ടാകുന്ന പ്രോഫിറ്റ് അത്ര കൂടുതലല്ലായിരിക്കും, പക്ഷേ പിന്നീട് അത് വളരുന്ന അനുസരിച്ചിട്ട് അതിന്റെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ഇനീഷ്യലി അവർ പ്രോഫിറ്റബിൾ അല്ലായിരുന്നു, അല്ലെങ്കിൽ റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷേ അവരുടെ ആഡ് റവന്യൂ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായതുകൊണ്ടും, അല്ലെങ്കിൽ ഓൺലൈൻ ആഡ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടും, അവർ എപ്പോഴാണോ അവരുടെ ആ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് അത് ഭയങ്കരമായിട്ട് അവർക്ക് പ്രോഫിറ്റബിളിലേക്ക് പോയി. അത്രയും ടൈം അവരുടെ റവന്യൂ എഞ്ചിന് അല്ലെങ്കിൽ ആഡ് എഞ്ചിൻ എന്ന് പറയുന്ന ആ സാധനം നാൾ ഗ്രോ ചെയ്തിട്ട് അത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ട്. സോ നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് മാർജിനെ ഭയങ്കരമായിട്ട് നോക്കേണ്ടതാണ്. കാരണം ഏത് പ്രോഫിറ്റ് മാർജിനാണ് നമ്മൾ ആക്ച്വലി ഒരു പ്രോഫിറ്റിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകുന്നതിന് ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് സംസാരിക്കണമെന്ന് വെച്ചാൽ ബേൺ റേറ്റ് ആണ്. ബേൺ റേറ്റ് എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മന്തിൽ എത്ര രൂപ ചെലവാക്കുന്നു, അല്ലെങ്കിൽ എത്ര രൂപ മിനിമം നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കി പോകുന്നതിനാണ് ബേൺ റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു 10 ലക്ഷം ഉണ്ടായിരുന്നു ആ മന്ത്, നെക്സ്റ്റ് മന്ത് ആയപ്പോൾ അതിനകത്ത് നിന്ന് 1 ലക്ഷം രൂപ ചിലവായി പോയി. അപ്പോൾ നമ്മൾ ബേൺ റേറ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബേൺ റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്രയും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായാലും നമ്മൾ ഉണ്ടാകുന്ന പ്രോഫിറ്റിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് ആയി കഴിഞ്ഞാൽ നമ്മളെ ബേൺ റേറ്റ് ഹൈ ആയി കഴിഞ്ഞാൽ ആ കമ്പനി കൊളാപ്സ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബേൺ റേറ്റ് ഭയങ്കര കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇനീഷ്യലി ചെറിയ സ്റ്റാർട്ടപ്സിൽ ബേൺ റേറ്റ് ഹൈ ആയിരിക്കും, ചില സ്റ്റാർട്ടപ്സിൽ ഹൈ ആയിരിക്കും,
പക്ഷേ അറ്റ് സ്കെയിൽ ബേൺ റേറ്റ് നമുക്ക് കുറയ്ക്കാനും പറ്റും, പ്രോഫിറ്റ് മാർജിൻസും ഇൻക്രീസ് ആവും. നെക്സ്റ്റ് ടൈം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സീഡ് റൗണ്ട് ആണ്. സീഡ് റൗണ്ടിന് പർട്ടിക്കുലർ ഒരു ഡെഫിനേഷൻ ഇല്ല. സീഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഒരു സ്റ്റാർട്ടപ്പ് റേസ് ചെയ്യുന്ന മണിനെയാണ് സീഡ് റൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ഡിസൈഡ് ചെയ്തു, ഇപ്പൊ എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് റേസ് ചെയ്യണം. ആ കമ്പനി റേസ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ VCs അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി. എന്നിട്ട് ആ 10 ലക്ഷം റേസ് ചെയ്തെന്ന് വെച്ചു, അതിനെയാണ് സീഡ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീഡ് റൗണ്ട് എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി റേസ് ചെയ്യുന്ന എമൗണ്ട് ആയതുകൊണ്ടും സീഡ് റൗണ്ട് ആക്ച്വലി അത്രയും വലിയ വാല്യൂഷനിൽ ആരും ചെയ്യാറില്ല. ചെറിയൊരു വാല്യൂഷനിലായിരിക്കും സീഡ് റൗണ്ട് നടക്കാറ്. ചിലപ്പം നടക്കുന്ന ചില സെലിബ്രിറ്റീസ് അവരുടെ ഒരു $1 ബില്യൺ വാല്യൂഷനിൽ ഒരു 100 മില്യൺ റേസ് ചെയ്തു എന്നൊക്കെ പറയുന്ന കേൾക്കാം നമുക്ക്. അല്ലെങ്കിൽ 100 കോടി രൂപ വാല്യൂഷനിൽ 10 കോടി രൂപ റേസ് ചെയ്തു, അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കുറെ ഡിഫറൻസിയേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം ഒരു ഏതെങ്കിലും കമ്പനി ഇനീഷ്യൽ സ്റ്റേജിൽ റേസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് സീഡ് ഫണ്ട് എന്ന് പറയുന്നത്. സോ സീഡ് ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിന് കൂട്ടത്തിൽ തന്നെ വരുന്നതാണ്, ആരെങ്കിലും ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നതിന് കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു ടേംസ് ആണ് സീരീസ് എ, സീരീസ് ബി അല്ലെങ്കിൽ സീരീസ് സി എന്ന് പറഞ്ഞ് ABC എന്ന് പറഞ്ഞു വരുന്നത്. സീരീസ് എ ബേസിക്കലി പറയുന്നത് വെച്ചാൽ അതിനകത്തൊരു ലീഡ് ഇൻവെസ്റ്റിംഗ് ആൾ കാണും, ഏതെങ്കിലും ബിഗ് കമ്പനിയോ ആണ്. അത് മിനിമം ഒരു 20% അല്ലെങ്കിൽ 30% ആ കമ്പനിയുടെ ഇക്വിറ്റി ബൈ ചെയ്യാൻ വേണ്ടിയായിരിക്കും ആ ഫണ്ടിങ് റൗണ്ട് നടക്കുന്നത്. സോ അതിനകത്തൊരു മെയിൻ ഇൻവെസ്റ്റിംഗ് പാർട്ണർ കാണും. ഓക്കെ, സോ ഇതുപോലെ ഇപ്പം സീരീസ് എ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു റൗണ്ട് റേസ് ചെയ്യാൻ പോകണമെങ്കിൽ അതിന് പർട്ടിക്കുലർലി സീരീസ് ബി അല്ലെങ്കിൽ അതുപോലെ ABCDEFG അങ്ങനെ അങ്ങും H വരെ Z വരെ നമുക്ക് പോവാം. പക്ഷേ എന്താണ് വാല്യൂഷൻ വരുന്നത് എന്നാണ് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പം ഇനിഷ്യലി സീരീസ് എയിൽ എടുത്ത വാല്യൂഷൻ അല്ലായിരിക്കും സീരീസ് ബിയിൽ എടുക്കണം. ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ അത് കുറയാം. സോ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വാല്യൂഷൻ ആണ്. സോ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് PMF ആണ്, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. PMF അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ കൂടുതൽ ബെറ്റർ ആക്കാൻ നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് PMF എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്റ്റ് ബെറ്റർ ആക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയം, ലൈക്ക് ആ പ്രൊഡക്റ്റ് ആക്ച്വലി യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ യൂസേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രോത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈമിംഗ് ആണ് PMF എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യലി മിക്ക സ്റ്റാർട്ടപ്സിനും പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടാവാറില്ല. എല്ലാവരുടെയും ഓരോ അസംഷൻസ് കാണും, അല്ലെങ്കിൽ എന്താണ് ആ കസ്റ്റമറിന് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ കസ്റ്റമേഴ്സിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ്, എല്ലാ അസംഷൻസ് ആണ് നമ്മളെ കയ്യിൽ ഉള്ളത്. സോ ആ അസംഷൻസിനെ എങ്ങനെയാണോ നമ്മൾ ആക്ച്വൽ ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് അത് ആ കസ്റ്റമർ വേണ്ട രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അപ്പോഴാണ് അത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആയിട്ട് മാറുന്നത്. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇപ്പോൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അല്ലാത്ത ഒരു സമയത്ത്, പ്രീ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആകുന്ന സമയത്ത് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ഫിറ്റ് ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കൂടുതൽ ഡിസൈൻ ചെയ്ത് അത് ബെറ്റർ ആക്കി യൂസർ എക്സ്പീരിയൻസും ചോദിച്ച് ഫീഡ്ബാക്സ് മേടിച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് അതിന് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആക്കാൻ നോക്കാനാണ് ആ സ്റ്റാർട്ടപ്സ് നോക്കേണ്ടത്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കിട്ടിയതിന് ശേഷമാണെങ്കിൽ ആ കമ്പനി ലൈക്ക് ആ സ്റ്റാർട്ടപ്സ് നോക്കുന്ന ബേസിക്കലി ഗ്രോത്ത് ആണ്. എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആക്കി വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ആ സ്റ്റാർട്ടപ്പ് ഗ്രോ ചെയ്യാം, അല്ലെങ്കിൽ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിന് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. ബൂട്ട് സ്ട്രാപ്പിംഗ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നമ്മളൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ അടുത്ത് പോകാതെ, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് പോകാതെ നമ്മൾ സ്വന്തം പൈസ ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ കൂടുതൽ സക്സസ്സിലേക്ക് നയിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ആപ്പിൾ കമ്പനി പോലെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ പൈസ കൊണ്ട്, എന്നിട്ട് ആ ആപ്പിൾ കമ്പനി ഒരു 1000 crores വാല്യൂഷനിലേക്ക് എത്തി. അപ്പം നമ്മളത് വേറെ ഫണ്ടിങ് പോയിട്ടില്ല. അപ്പം അതിനെയാണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ബൂട്ട് സ്ട്രാപ്പിന്റെ മെയിൻ ഗുണമെന്ന് വെച്ചാൽ പർട്ടിക്കുലറായിട്ട് ഔട്ട്സൈഡ് ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ VC ക്യാപിറ്റലിസ്റ്റോ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ കുറെ ഫോർമാലിറ്റീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇനിഷ്യലി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കിട്ടുന്നവരെ ബൂട്ട് സ്ട്രാപ്പ് ആണെങ്കിൽ അതിന് ലൈക്ക് ഇങ്ങനത്തെ കുറച്ച് ബെനിഫിഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ ഒരു ബൂട്ട് സ്ട്രാപ്പ് കമ്പനി ആണെങ്കിൽ അതിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഫണ്ടിങ് ഇല്ലാത്തത് കൊണ്ട് എക്സ്പോണൻഷ്യൽ ഗ്രോത്തോ അല്ലെങ്കിൽ ടീമിന് ബിൽഡ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TAM ആണ്. TAM ബേസിക്കലി ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തറ്റിക്കലി ഒരു കമ്പനിക്ക് അവരുടെ 100% കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ 100% കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനെയാണ് ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി പൊട്ടൻഷ്യലി പോസിബിൾ അല്ല. പലപ്പോഴും നമ്മൾ TAM ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഊബറിന്റെ അല്ലെങ്കിൽ ടെസ്ലയുടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഊബറിന്റെ ഇനീഷ്യലി TAM എന്ന് പറയുന്നത് അറൌണ്ട് 3 ട്രില്യൺ അല്ലെങ്കിൽ 4 ട്രില്യൺ ആയിരുന്നു. അപ്പം ലോകത്തുള്ള എല്ലാവരെയും ക്യാബ് അവരുടെ ആപ്പിന് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാർക്കറ്റ് സൈസിനാണ് TAM എന്ന് പറയുന്നത്. ഇതിനകത്ത് തെറ്റാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ടെസ്ല പോലത്തെ ഒരു കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് കാറിന്റെ ഒരു മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് അവരുടെ മാർക്കറ്റ് സൈസിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കുറവായിരുന്നു. ഓക്കെ, സിമിലർ കൈൻഡ് ഓഫ് ടേം ആണ് SAM എന്ന് പറയുന്നത്, സർവീസ് അഡ്രസബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി സർവീസ് അഡ്രസബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ TAMൽ നിന്നും നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും. സോ ബേസിക്കലി ഇപ്പം ഞാൻ TAM നോക്കി കഴിഞ്ഞാൽ ഇപ്പം ആപ്പിൾ പോലെ ഒരു കമ്പനിയാണെന്ന് വെച്ചു, അപ്പോൾ അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചു. സോ ഒരു TAM എന്ന് പറയുന്ന ലോകത്തുള്ള എല്ലാ മൊബൈൽ
യൂസേഴ്സിനെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ അവർ സർവീസബിൾ അഡ്രസബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാത്രമായതുകൊണ്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എത്ര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അവർക്കുണ്ട് അതാണ് അവരുടെ സാം എന്ന് പറയുന്നത്. സോ സാം എന്ന് പറയുന്ന ബേസിക് ഫണ്ടമെന്റൽ ആണ്. നമ്മളൊരു ആക്ച്വലി ഒരു ഫണ്ടിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ടേമാണ് സാം ആൻഡ് സാം. സോ നെക്സ്റ്റ് ടൈം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാല്യുവേഷൻ എന്നാണ്. ബേസിക്കലി വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആള് എത്ര രൂപയിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ 10 ലക്ഷം രൂപ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് കൊടുക്കുന്നത് 10% ആണെങ്കിൽ ആ കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 1 കോടി രൂപ ആയിരിക്കും. സോ വാല്യുവേഷൻ ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റിനെ പോലെയല്ല. അത് ബൈ ചെയ്യാനോ രണ്ടായിട്ട് ആളൊന്നും ഉണ്ടാവില്ല ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പോലെ. അപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള VC ഫണ്ട്സും അല്ലെങ്കിൽ ഏതെങ്കിലും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ആക്ച്വലി അത് ബൈ ഔട്ട് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ. ഓക്കെ, സോ ഞാനിപ്പം കുറച്ചധികം ടൈംസ് നിങ്ങളുടെ മുമ്പ് സംസാരിച്ചു. ഇത് നിങ്ങൾക്ക് ഒരു ഫണ്ടിങ്ങിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിനകത്ത് ചോദിക്കുക. ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.